നമ്മുടെ മണ്ണുത്തി നാഷണൽ ഗാർഡനിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ അടീനിയത്തിൻ്റെ തൈ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 250 വരെ വളരെ ചെറിയ തൈയായിരുന്നു. ഇവിടെ നമ്മൾ മണ്ണിലൊക്കെ മാറ്റി നട്ട് ആട്ടുംകാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ സംഭവം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നിറച്ച് അടീനിയ ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി മേടിക്കണമെന്ന്. അങ്ങനെ നമ്മൾ മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡ് വഴി അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജോൺസൺ മാഷിൻ്റെ കടയിൽ കയറിയത്. ക്ലേ പോട്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ധാരാളം കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ മേടിച്ച് പിന്നെ വേറൊരു കടയിൽ കയറി അവിടെ നിന്നും കുറച്ചൊക്കെ മേടിച്ച് നമ്മളങ്ങനെ യാത്ര തുടരാണ്. ഇടയ്ക്കിടയ്ക്ക് മണ്ണുത്തി പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു തെറാപ്പി പോലെയാണ് കേട്ടോ. ഭാഗ്യം എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി കുറേ ചെടികളും ഇതുപോലത്തെ ചട്ടികളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പൂരാണ് വരാൻ പോണതേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ചങ്ങല ഹാങ് ചെയ്യണ ആ പോട്ടുണ്ടല്ലോ, അതിന് 50 രൂപ. പിന്നെ നമ്മൾ സാഫിൻ്റെ ഒരു പൊടി മേടിച്ചു. ഈ അടീനിയത്തിന് ചെറുതായിട്ട് പൂപ്പിൽ വരുന്ന ഒരു രോഗം പോലൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാവുങ്ങലിൽ കയറി അവിടെ നിന്ന് ഈ പ്രൂണിങ് സിസർ മേടിച്ചു. എൻ്റെ കയ്യിൽ പ്രൂണിങ് സിസർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ബൊഗൈൻവില്ല വെട്ടാൻ വേണ്ടിയിട്ട് പ്രൂണിങ് സിസർ അത്യാവശ്യമാണ്. ഇത് തുറക്കാൻ കിട്ടണില്ലേ, അതിൻ്റെ ആ ഒരു ഗുസ്തിയാണ് നിങ്ങൾ അതുമായിട്ട് കാണുന്നത്. പിന്നെ അത് തുറന്നപ്പോൾ ആ 100 വാട്ട് ബൾബ് കത്തുന്ന മുഖം ഉണ്ടല്ലോ, അത് തുറന്നതിൻ്റെ സന്തോഷത്തിലുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേറെ കുറേ സ്പ്രേയിങ് ബോട്ടിലും വിത്തുകളും പിന്നെ വേറെ ചട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡ് വഴിയുള്ള കടകളിൽ നിന്നാണ് മേടിക്കാറുള്ളത് കേട്ടോ. വരുമ്പോഴാണ് നമ്മുടെ ഗ്ലാസ് ഒരെണ്ണം പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു, കണ്ണാടി, അതായത് നമ്മുടെ വാഷിംഗ് ബേസിൻ്റെ ഏരിയയിലുള്ള ഈ കണ്ണാടി പൊട്ടിയിരിക്കുന്നുണ്ടോ, അതെൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വീണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയർ ചേട്ടൻ വിപിൻ ചേട്ടൻ സെറ്റാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഈ വരച്ച വാളിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പുറത്തിരിക്കുന്ന ആ ഒരു മിററും സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂരൊക്കെ അല്ലേ, ഒന്ന് സെറ്റായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ വീടും. എന്ത് മേടിച്ചുകൊണ്ട് വന്നാലും ശ്രീകുട്ട ആദ്യം ചോദിക്കുക അതിൻ്റെ വിലയായി. ഇനിയിപ്പോൾ ഒരു മിഠായി ആയാൽ കൂടി ആൾക്കതൊരു സന്തോഷം അറിയണത്. അച്ഛനും മോനും കൂടി പൂരത്തിനുള്ള വെളിച്ചെണ്ണയ്ക്കുള്ള എണ്ണ ആട്ടിക്കാൻ പോവാം.